വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. മല്ലിയും മുളകും തേങ്ങയും വറുത്തരച്ച് ചേർത്ത് ചിക്കൻ കറി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെല്ലാം സ്ഥിരമായിട്ട് ആളുകൾ ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ അപ്പം, പത്തിരി, പുട്ട്, ചപ്പാത്തി എന്നിവയുടെ എല്ലാം കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അതിനുവേണ്ടി 1.5 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 സവാള, 2 കഷ്ണം ഇഞ്ചി, 2 കതിർപ്പ് കറിവേപ്പില, വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 10-12 അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 5-6 അല്ലി വെളുത്തുള്ളി മതിയാകും. പിന്നെ അത് നമുക്ക് വറുത്തരയ്ക്കാനായിട്ട് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലി എടുക്കുക കേട്ടോ. പൊടിക്കാത്ത മല്ലി എടുക്കുക. 3 ചുവന്നുള്ളി എടുക്കുക. ഉണക്കമുളക് ഒരു 10 എണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് എടുക്കുക. പിന്നെ ഞാൻ 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു മുറി തേങ്ങ, ഏകദേശം 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ ഇത്രയും ബ്രൗൺ കളർ ആക്കേണ്ട, നേരിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നിർത്തിയാലും നല്ല ടേസ്റ്റോടുകൂടി കറി ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. നേരിയൊരു ബ്രൗൺ കളറോട് കൂടി വറുത്തരച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. ഇത് ചൂടാറാൻ വെച്ചിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവയെല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും ഇതിനകത്ത് ചേർത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്കും സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടും. ആ വഴറ്റി കിട്ടുന്ന സമയത്ത് നമുക്ക് വറുത്തരച്ചത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ചെറുതീയിലാണ് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ചെറുതീയിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണ എല്ലാം വളരെ കുറവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നന്നായിട്ടൊന്ന് വെറുതെ വഴറ്റി കിട്ടുന്ന ആ ഒരു അത്യാവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതെല്ലാം കൂടെ ഈ അരപ്പും സവാളയും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇട്ട് കൊടുക്കുക. ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറുതീയിലിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ചെറുതീയിലിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്നും കൂടി ചെറു തീയിൽ നിന്ന് സിമ്മിൽ നിന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റ് വേവിച്ചെടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ 5 മിനിറ്റ് എത്തുമ്പോഴും നമുക്കൊന്ന് ഇളക്കി പാത്രം തുറന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അരപ്പൊക്കെ നന്നായി വറുത്തിരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക, അടച്ചു വയ്ക്കുക. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. എന്നിട്ട് അതൊരു 10 മിനിറ്റോളം അവിടെ കിടന്ന് വേവട്ടെ. വെന്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ടാമത് പാത്രം തുറന്ന് നോക്കി ഒന്നും കൂടി 5 മിനിറ്റ് ആയപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. അത് വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടില്ല. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി വന്നിട്ട് ചിക്കൻ നല്ല കറിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ചൂടൊക്കെ ഒന്ന് എത്തിപ്പിടിച്ച് വന്നിട്ടേ ഉള്ളൂ. ഈ സമയത്ത് 5 മിനിറ്റ് ആയപ്പോൾ ഞാനിത് തുറന്നു നോക്കിയതാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അത് നന്നായിട്ട് ഇതുകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി അടച്ച് വേവിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ കണ്ടോ. പിന്നെ വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഊർന്നിറങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കിടന്ന് ഒരു 5 മിനിറ്റോളം ഒന്നും കൂടി വെന്ത് കിട്ടട്ടെ കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി അടച്ചു വെച്ചാൽ ഒരു 15 മിനിറ്റോളം കറി ഇങ്ങനെ നന്നായിട്ട് ചെറു തീയിൽ വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള നല്ല കൊഴുപ്പോട് കൂടിയുള്ള ചിക്കൻ കറി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയാണെങ്കിലും നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കറി ഇത്രയും ചാറ് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ
എനിക്കത് കുറച്ച് നേരം കൂടി അടുപ്പത്തിട്ട് ചിക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഡ്രൈ ആയിട്ട് എടുക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യം കുറച്ച് ഗ്രേവി ആയിട്ട് എടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പകുതി കറി മാറ്റിയതിന് ശേഷം ഞാൻ പകുതി ഡ്രൈ ആയിട്ടും വെച്ചിട്ടുണ്ടോ. എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ അത് എല്ലാവർക്കും ഗ്രേവി ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. എന്നാലും നമുക്ക് ഇത് ഇങ്ങനെ വറ്റിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നല്ല കറുത്ത നിറത്തിലാണ് കേട്ടോ കറി ഇരിക്കുന്നത്. പക്ഷെ ഇതെന്തോ ഫോണിൽ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാവാം കറിയുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഡാർക്ക് കളർ എനിക്കിതിനെ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റുന്നില്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. കാണുമ്പോഴും നല്ലൊരു ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ഉള്ളവർ ചോറുണ്ണാനൊക്കെ മടിയുണ്ടാവുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവർക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരെ പെട്ടെന്ന് ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.